നമസ്തേ അമ്മ. നമസ്തേ. വരണം വരണം. ഇത് അടുക്കളയാണെന്ന് കയറിയപ്പോൾ മനസ്സിലായി. എന്താ അടുക്കള ശരിയായിട്ട്? അടുക്കളയിലേക്ക് വരുമ്പോൾ ഒരു ഇതാണോ സാർ? അതേ, ഒരു നമ്മൾ അടുക്കളയിൽ വരുമ്പോൾ എന്തോ ഒരു സുഖമുണ്ട്. അതെ അതെ ഒന്ന് വയറ്, അതെ. ഒന്ന് മനസ്സ്. അത് ശരിയാ ശരിയാ. നല്ല മണമൊക്കെ വരുമ്പോഴാ നമുക്ക് മനസ്സിനൊരു തൃപ്തിയും വിശപ്പ് ഉണ്ടാവുന്നതും. അതെ ശരിയാ. അതേ സമയത്ത് നമ്മൾ മനുഷ്യന് മാത്രമേ ഉള്ളൂ, മറ്റു മൃഗങ്ങൾക്കൊന്നും ആവശ്യമില്ല. വിശപ്പ് മാത്രമേ ഉള്ളൂ. നമുക്ക് മൂക്കുള്ളതുകൊണ്ട്, പ്രത്യേകിച്ച് മണം ഉള്ളതുകൊണ്ട് വിശപ്പ് രണ്ടും കൂടി ചേരുമ്പോഴേ അതിൻ്റെ ഒരു സുഖം ഉണ്ടാവും. സത്യമായി. ഏതായാലും കൊള്ളാം, നല്ല അടുക്കള. താങ്ക് യു സാർ. വരണം, ഇരുന്ന് നോക്കുവാ. പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഞങ്ങൾ ഇപ്പം ഒരു പുതിയ എന്നാ പറയാ ഒരു സംരംഭമായിട്ട് തുടങ്ങിയതാണ് ഇവിടെ, ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്നാ സ്പെഷ്യാലിറ്റി എന്ന് അറിയാം സർ? ശരിക്കും നമ്മൾ അടുക്കളയിൽ ഇരുന്ന കൂടുതൽ മനസ്സ് തുറന്ന് വർത്താനം പറയുന്നതും വീട്ടിലൊക്കെ അല്ലേ. അപ്പം അതേപോലത്തെ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ എനിക്കും ഇവിടെ. നമ്മുടെ അടുക്കള തന്നെയാ തീൻ മുറിയും ഡൈനിങ് മുറിയും എല്ലാം. അപ്പൊ അവിടെ തന്നെ സെർവിങ്ങും എല്ലാം ചെയ്യുന്ന സാറിന് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമൊക്കെ തന്ന് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കൂട്ട്, അതായത് ഇതൊരു ഷോ ആയിട്ടോ അങ്ങനെയായിട്ടോ ഒന്നും എടുക്കുന്നില്ല. ശരിക്കും ഒരു വീട്ടിലേക്ക് വരുന്ന പോലെ തന്നെ ഞങ്ങൾ സെർവ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ സാറിന്റെ വിശേഷങ്ങളും അമ്മയുടെ വിശേഷങ്ങളും ഒക്കെ അറിയാലോ എന്ന് വിചാരിച്ചു. സാർ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? എന്താ വെച്ചാ സാറ് കുഞ്ഞുനാളിലൊക്കെ ഈ വരയ്ക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു എന്നാണ്. പക്ഷെ വീട്ടിൽ നിന്ന് അധികം പ്രോത്സാഹനം അതിനുണ്ടായില്ല അല്ലേ? അങ്ങനെയായിരുന്നു. അപ്പൊ പിന്നെ സാറ് എവിടെ പോയി അങ്ങനെ പഠിച്ചതും? ഇല്ല, അപ്പോൾ സാധാരണ എല്ലാ കുട്ടികളും ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ കൊണ്ട് വരക്കും, കരി കൊണ്ട് ചില ചുമരിൽ വരക്കും. കണ്ട എല്ലാ സ്ഥലത്തും വെറുതെ കാണുന്ന സ്ഥലം മുഴുവൻ അഴുക്കാകും. ശരിയാ. ക്രയോൺസ് ഒക്കെ ഒന്നുമില്ല, എവിടെ കണ്ടാലും അവൻ ചീത്തയാകും. നമ്മൾ പറഞ്ഞ് ചീത്തയാകും, പക്ഷെ അവനെ സംബന്ധിച്ചാൽ ഭയങ്കര ഒരു കലയാണ്. കലയല്ല, ഒരു ആഹ്ലാദമാണ്. എന്തെങ്കിലും വരച്ചിടുമ്പോൾ അമ്മ പറയും ഇടേ വൃത്തിയാക്കലാണ്. അപ്പോൾ കുട്ടി പറഞ്ഞു ഏയ് വൃത്തിയല്ല. അവന് ഭയങ്കര ആനന്ദമാണ്. ഈ ആനന്ദം ഒരു അമ്മക്ക് കൊടുക്കാൻ പറ്റില്ല, അമ്മക്ക് അച്ഛന് ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഒരു കരി കൊണ്ട് കിട്ടുന്ന ഒരു ആനന്ദം അതാണ് കല. ഇത് കുട്ടിയാണ് കലയുടെ ആള്. നമ്മളല്ല കലാകാരന്മാർ, ചെറിയ കൊച്ചു കുട്ടികളാണ് കലാകാരന്മാർ. സാർ നല്ലതായിട്ട് വരയ്ക്കുമായിരുന്നു. പക്ഷെ വീട്ടിൽ പറഞ്ഞപ്പം സാറിന്റെ അച്ഛൻ അല്ല, ഇതേപോലെ അച്ഛൻ ചുമര് വരച്ചു കഴിഞ്ഞാൽ ആരുടെ അവനാ അടിയാണ്. എന്നിട്ട് മായ്ച്ചു കളയാൻ പറയും. അത് സാധാരണക്കാണ്, ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ അവരെപ്പോൾ നോക്കുന്നത്. വേദനിച്ചു ഒരുപാട് ഉണ്ട്. എന്നാലും ഞാൻ വര വിട്ടിട്ടില്ല. എനിക്ക് വരയിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖം വേറെ ഒന്നും കിട്ടിയില്ലെന്ന്. നേരത്തെ സാർ പറഞ്ഞൊരു കുഞ്ഞു കുട്ടി ഒരു വര വരച്ചാലും ആ ഉണ്ടാവുന്ന ഒരു ആഹ്ലാദം അതൊരിക്കലും നിങ്ങൾക്ക് ആരും കൊടുക്കാൻ പറ്റില്ല. ഈ ആഹ്ലാദം തന്നെയാണ് 90 വയസ്സായ പിക്കാസോനും കിട്ടിയത് വരക്കുമ്പോൾ. അപ്പോൾ പിക്കാസോ എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിലെ വലിയ ഒരു ബുദ്ധി രാക്ഷസനാണ് കലാലോകത്ത് തന്നെ. അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ, എനിക്കൊരു കൊച്ചു കുട്ടിയെപ്പോലെ വരക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുട്ടിയാണ് നമ്മുടെ ഗുരു. തീർച്ചയായിട്ടും. അത് പറഞ്ഞപ്പോൾ സാറിൻ്റെ ഗുരു ആരായിരുന്നു? ഞാനവിടെ എനിക്ക് ഗുരു ആയിരുന്നു. ഞാനിങ്ങനെ സാധാരണ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ധാരാളം വരക്കും. അവരൊക്കെ പോർട്രേറ്റ്സൊക്കെ വരച്ച് അതൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ ഒരു കൃഷ്ണൻകുട്ടൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ഡ്രോയിങ് ടീച്ചർ. അദ്ദേഹം എൻ്റെ ഇത് കഴിവ് കണ്ടിട്ട് വളരെ മാക്സിമം പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു നീ ഒരിക്കലും മറ്റൊന്നിനും പോകേണ്ട, നീ കലാകാരനായിട്ട് പോയാൽ മതി. തൃപ്തി. അപ്പോഴാണ് ശരിയായിട്ട് എനിക്കൊരു ആശ്വാസം കിട്ടിയത്. അദ്ദേഹം തന്നെയാണ് നമ്മൾ അച്ഛനെ അടക്കം ഉപദേശിക്കാൻ പോയത്. ഇല്ലില്ല, മനസ്സിലാക്കില്ല. ഒരു ദിവസം പോയപ്പോൾ മാഷെന്തിനാ ഇവിടെ വന്നു ചോദിച്ചു. നിങ്ങളെ മോൻ നല്ല മാഷെ പോയി എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടതാണ്. അപമാനിച്ച് വിട്ട ആളാണ് എൻ്റെ അച്ഛൻ. ഇല്ലില്ല, അത്രയും വെറുപ്പായിരുന്നു. വെറുപ്പ് പറഞ്ഞാൽ അതൊക്കെ അച്ഛൻ തന്നെ പറയുന്നത് എന്താ പറയുക, കലാകാരന്മാരെയും കള്ളുടിയന്മാരെയും വീട്ടിൽ കയറ്റരുത്. അന്നത്തെ കാലത്തെ കലാകാരന്മാർ അങ്ങനെയാണ്. താടിയും മുടിയൊക്കെ ഇട്ട് ചെറിയ ഒരു ആ രീതിയിൽ റൊമാൻറ്റിക് കലാകാരന്മാരായിട്ടാണ് എല്ലാ രംഗത്തുള്ളത്. അപ്പോൾ അച്ഛൻ്റെ വലിയ തത്വം തന്നെ അത് ഇതിനകത്ത് വേണ്ട എൻ്റെ. അപ്പോൾ അങ്ങനെ വളർന്നു വന്ന് നാട്ടുകാരൊക്കെ എന്നെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ഞാൻ അവസാനം എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പിന്നെ അച്ഛൻ വളരെ ലുബ്ധനാണ്, 10 കാശ് വെറുതെ ചിലവാക്കില്ല. അപ്പം രാവിലെ ഞാൻ അവിടുന്ന് ഹൈസ്കൂളിൽ പോകുന്നത് 10 കിലോമീറ്റർ ദൂരെയാണ്.
നടന്നിട്ടാണ് പോവുക. അന്ന് ബസ്, ഞങ്ങളുടെ നാട്ടിൽ ബസ്സില്ല, കാറില്ല, ഒന്നുമില്ല. ആകെ സാറിന്റെ നാട് എവിടെയായിരുന്നു? ചെറുവത്തൂർ എന്ന് പറയും, അതായത് മഹാകവി കുട്ടമത്തിൻ്റെ നാട്. ഓക്കെ. അപ്പോൾ അവിടുന്ന് ചെറുവത്തൂരിൽ നിന്ന് നടന്നിട്ട് നീലേശ്വരത്തേക്ക് പോകണം. 5-10 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങൾ 2-3 സുഹൃത്തുക്കൾ റെയിൽ ലൈനിൽ കൂടിയിട്ടാണ് നടന്നു പോവുക. രാവിലെ കിട്ടിയ 2 ദോശയും തിന്നിട്ടാണ് പോവുക. ഉച്ചക്ക് ഭക്ഷണമില്ല. പിന്നെ വൈകിട്ട് വന്നാൽ 4 മണിക്ക് 4:30 വന്നാലുള്ള ഭക്ഷണം. അപ്പോൾ ഉച്ചയ്ക്ക് എന്താ ചെയ്യുക? ഒന്നുമില്ല, ഭക്ഷണമില്ല. അത് നിങ്ങൾക്കറിയില്ല ഞങ്ങളുടെ ജീവിതം ആ കാലത്തെ. ഉച്ചക്കൊന്നുമില്ല, പച്ചവെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ചില കൂട്ടുകാരെന്തെങ്കിലും കൊണ്ടുതരും ഭക്ഷണം. അപ്പോൾ അവരെ ഷെയർ ചെയ്യും. അങ്ങനെയെല്ലാം. പിന്നെ ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചില ആൾക്കാരൊക്കെ പോർട്രേറ്റൊക്കെ വരച്ച് കൊടുക്കും, സ്റ്റംപ് വർക്ക് പെൻസിൽ കൊണ്ട്. അപ്പം അത് ചിലവർക്ക് എന്തെങ്കിലും ചായ കുടിക്കേണ്ട കാശൊക്കെ തരും. അപ്പം അങ്ങനെയാണ് ഞാൻ വളർന്നത്. അത് ചെയ്തു കൊടുക്കുമ്പോൾ സാറിന് അപ്പോൾ പൈസ തരുമായിരുന്നു? ആ തരുന്നു, ആ പ്രോത്സാഹനമായിട്ട്. വീട്ടിലറിയില്ല. പിന്നെ ഞാൻ തന്നെ അവിടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു കൃഷ്ണൻ നായർ ഒരു കട നടത്തുന്നവരുണ്ട്. അപ്പം ഭയങ്കര കലയുടെ വലിയ ആസ്വാദകനാണ് ഞാൻ. അവൻ ആൾക്കാർ വരച്ചു കൊടുക്കും. പിന്നെ അവിടുന്ന് തന്നെ അടക്കം ഞാൻ എൻ്റെ കടം വാങ്ങി തിന്നും. പിന്നെ അവസാനം കുറേ കൂടി വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ നിങ്ങളെ മകൻ കുറച്ച് ഭക്ഷണം കഴിച്ചാണ്, 10 പൈസ കൊണ്ട്. അച്ഛൻ കൊടുത്തില്ല? ഇല്ല, അച്ഛൻ്റെ അനുജൻ പിന്നെ അവസാനം എന്തോ കൊടുത്തു. അത്രയും വല്ലാത്തൊരു ഒരു സ്വഭാവക്കാരനാണ്. അപ്പം സാറിന്റെ അച്ഛൻ്റെ അനിയൻ എന്ന് പറഞ്ഞ ചിറ്റപ്പൻ എന്ന് പറയുന്ന ചിറ്റപ്പൻ, അതെ അതെ, അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു? അത് കുറച്ച് പ്രോത്സാഹിച്ചിട്ടുണ്ട്. ഇഷ്ടമായി വരെയൊക്കെ. പക്ഷെ എന്നാലും അദ്ദേഹത്തിന് വഴക്ക് പറയും, നീയാണ് അവനെ ചീത്തയാക്കുന്ന പറയും. അങ്ങനെ ഒരു വല്ലാത്ത സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ അതുമല്ല, അച്ഛന് 2-3 ഭാര്യമാരുണ്ടായിരുന്നു. ആ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൻ പുറത്തുള്ള സാധാരണ ഈ വലിയ മരമൊക്കെ ആകുമ്പോൾ അങ്ങനെയുണ്ട്. എൻ്റെ അമ്മ ആദ്യത്തെ ഭാര്യയാണ് ആയിരുന്നു. അമ്മക്ക് പിന്നെ ഇതിനെപ്പറ്റി വലിയ വിവരമൊന്നുമില്ല. നാട്ടിൻ പുറത്തെ പഴയ കാലത്തെ അമ്മയാണ്. അതെ, നമ്മൾ ഇതേപോലത്തെ അടുക്കള. അമ്മയെ ഓർമ്മ വരുന്നത് ഇപ്പാണ്. തിന്നാൻ പോകുമ്പോൾ അമ്മയോടെ എല്ലാം നമുക്ക്. ശരിക്കും ഈ അമ്മ എന്ന 2 അക്ഷരങ്ങൾ പറയുമ്പോൾ തന്നെ ശരിക്കും എനിക്കും ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര ഒരു സ്നേഹവും, അതിന്റെ വാക്കുകൾ തന്നെ എനിക്ക് പറയാൻ അറിയില്ല. ശരിക്കും പറഞ്ഞാൽ സാറ് ചെയ്തിരിക്കുന്ന ശില്പങ്ങളില് ശരിക്കും അമ്മേനെ സങ്കല്പം ഊന്നുകൊണ്ട്. അമ്മ തന്നെ. ഞാൻ എത്രയോ കാലം മുമ്പ് മദ്രാസ് പഠിക്കുമ്പോൾ തന്നെ 10-45 വർഷം മുമ്പ്, 40 ഒരു 50 വർഷം കൊടുത്താലേ, അന്ന് ഞാൻ ആദ്യം ചെയ്ത ശില്പത്തിന്റെ പേര് തന്നെ അമ്മ എന്നാണ്. സാർ അമ്മയോട്ട് ഒരുപാട് അറ്റാച്ച്മെന്റ്, ഒരുപാട്. അപ്പൊ അച്ഛൻ ഇങ്ങനെ എതിർത്ത് നിന്നപ്പോഴൊക്കെ സാർ അമ്മയോട് അമ്മയാണ്. അതെ, അമ്മ രണ്ടാമത്തെ ഭാര്യ വന്ന അമ്മ പിണങ്ങിപ്പോയി. പിന്നെ ഞാൻ അമ്മയുടെ വീട്ടിൽ അമ്മയെ കാണാൻ പോകണം. അപ്പൊ അച്ഛൻ വിട്ടിരുന്നില്ല സാറിനെ അമ്മയുടെ? ഇല്ല, അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞ ഒരു ദിവസം കണ്ടില്ല. എവിടെ പോയി? അമ്മയെ പുതിയ അടിക്കും. എന്തിനാണ് നീ പോയിരിക്കും? ഇത് എവിടെ ഇല്ല. അപ്പം സാറ് മാത്രമാണോ ഒരു മകനാ അമ്മയില്? അല്ല, 2-3 പേരുണ്ട്. എനിക്കൊരു സഹോദരിയുണ്ട്, സഹോദരനുണ്ട്. അവരൊക്കെ അമ്മയുടെ കൂടെയാണോ അച്ഛൻ്റെ കൂടെ? അല്ല, സഹോദരി എൻ്റെ കൂടെയാണ്. ഒരു മകൻ മാത്രം മറ്റേ അമ്മയുടെ കൂടെ. അപ്പൊ അമ്മയ്ക്ക് വിഷമം ഉണ്ടായി കാണുമല്ലേ മകൻ ഇങ്ങനെ? ഒരുപാട് വിഷമമുണ്ട് തീർച്ചയായിട്ടും. ഒരു അമ്മയല്ലേ എത്രയായാലും. അതെ, അതുകൊണ്ട് അമ്മയുടെ ആ ഹൃദയം അറിഞ്ഞപ്പോഴാണ് ഞാൻ ഒരുപാട് പറയാനുണ്ട് അമ്മയെ പറ്റി. പിന്നെ അതുമല്ല, ഞാൻ നാട് വിട്ടിങ്ങനെ പോകുമ്പോൾ തന്നെ അമ്മ പറഞ്ഞത്, നീ എഴുതാ പോകുന്ന മോനെ ചോദിച്ചു. ഞാൻ നാട് വിട്ട് എനിക്ക് വരക്കാൻ കലാകാരൻ പറഞ്ഞാൽ നമുക്കറിയില്ല. അപ്പോൾ നിർബന്ധമായിട്ട് പോയേ പറ്റൂ തോന്നും. അങ്ങനെ പോകുമ്പോൾ എന്നോട് പറഞ്ഞത്, നീ എവിടെ പോയാലും ഒരു കാര്യം നോക്കണമേ, നിൻ്റെ ആരോഗ്യം, പേരും ചീത്തയാക്കരുത്. ഈ 2 പാഠാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചത്. ഏറ്റവും ഒരു അമ്മയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ 2 വാക്കുകളാണ് അത്. ഞാൻ ഇന്നും ആരോഗ്യം നോക്കി നടക്കുന്നു. വലിയ ചീത്ത പേരൊന്നും ഇതുവരെ ഉണ്ടാക്കിയില്ല അമ്മ. അമ്മ ദുഃഖിക്കരുത്. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ ഈ അമ്മ മാത്രമല്ല, ഞാൻ കുറച്ച് ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളാണ്. ഈ പ്രപഞ്ചം മൊത്തം അമ്മയാണ്. തീർച്ചയായിട്ടും. അമ്മയുടെ മക്കൾ എന്ന് പറയുന്നത് ആരാണ്? ഈ കാണുന്ന സൃഷ്ടികൾ മുഴുവൻ അമ്മയുടെ മക്കളാണ്. ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ ദൈവം എന്ന് പറഞ്ഞ് പൂജിക്കുന്നുണ്ടല്ലോ പലവരെയും, കൃഷ്ണൻ, രാമൻ, ശിവൻ എന്നൊക്കെ. ഇവരൊന്നും ശരിയായിട്ടുള്ള ദൈവങ്ങളല്ല, അമ്മയുടെ മക്കളാണ്. അപ്പോൾ ആ മക്കളാണ്. അപ്പോൾ ഈ ദൈവങ്ങളെ അമ്മ ആരാണ്? അതുകൊണ്ടാണോ സാർ ശരിക്കും ഈ എന്നാ പറയുന്നത്, ഈ പ്രകൃതിയെ തന്നെ സാർ ഒരു ക്യാൻവാസ് ആയിട്ട്? ക്യാൻവാസ് അതന്നെ. അപ്പോൾ ഈ പറഞ്ഞ വലിയ വലിയ ദിവ്യന്മാരായിട്ടുള്ള ദൈവങ്ങളെ മുഴുവൻ ഒരമ്മയുണ്ട്. തീർച്ചയായിട്ടും. അതേത് മതമായാലും ഏത് ജാതിയായാലും ഏത് നോക്കിയാലും ഒരമ്മയുണ്ട്. ഈ ഒരമ്മയാണ് ഞാൻ അന്വേഷിക്കുന്നത്. പ്രകൃതിയിൽ കൂടി കണ്ടെത്താം. ഈ പ്രപഞ്ചം മുഴുവൻ നമ്മളെ മനസ്സിനും അത് നമുക്ക് ദർശിക്കാൻ പറ്റില്ല. കാരണം എന്താ പറയുക, നമ്മൾ അതിരുകളിൽ ജീവിച്ചവരാണ്. ഇപ്പം തന്നെ ഈ മുറി ഉണ്ടായത്, അതിരുകളുണ്ടായ മുറി ഉണ്ടായത്,
അടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ വേറെ മുറി, അതെ വേറെ അങ്ങോട്ട്. അപ്പോൾ എവിടെ പോയാലും അതിരുകളാണ്. അതെ അപ്പോൾ നമുക്ക് അനന്തത എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അതെ ശരിയാ മനസ്സിലാവില്ല. അതെ എന്താണ് അനന്തത എന്ന് ചോദിച്ചാൽ യാതൊരു രക്ഷയില്ല. പലരും പറയുമെങ്കിലും നമുക്ക് ദർശിക്കാൻ പറ്റില്ല. ആ അനന്തതയിൽ ഇരിക്കുന്ന ശക്തിയുണ്ട്. അനന്ത മാതാവ് എന്ന് ഞാൻ പറഞ്ഞു. അതെ ആ മാതാവ് ഇവിടെയുണ്ട്, അവിടെയുണ്ട്. സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കിപ്പോൾ ഒരു ശില്പം ചെയ്യുമ്പോൾ തന്നെ സാർ ഇങ്ങനെ മിക്കവരും കേട്ടിട്ടുള്ള അറിവാണ്, അറിയില്ല. സാർ ഇങ്ങനെ വ്രതമൊക്കെ എടുത്തിട്ടാണോ ഒരു ശില്പം തുടങ്ങുക, അങ്ങനെ എന്തെങ്കിലും? എൻ്റെ വ്രതം എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം വ്രതത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം നിങ്ങളിപ്പോൾ എന്നോടൊരു വർക്ക് ചെയ്യാൻ പറയുന്നത് ചോദിച്ചോളൂ, ഞാൻ വലിയ വർക്ക് ഏറ്റെടുക്കാറുള്ളൂ. അപ്പോൾ ആ സ്ഥലം പോയി ഞാൻ ആദ്യം കാണും. ആ സ്ഥലത്തിൻ്റെ ചുറ്റുപാട് മനസ്സിലാകും, അവൻ്റെ പ്രകൃതി മനസ്സിലാകും, അവിടെ ജീവിക്കുന്ന ജനങ്ങളെ സ്വഭാവം മനസ്സിലാകും. പ്രകൃതി എല്ലാം കൂടി മനസ്സിലാക്കുന്നത് 4-5 ദിവസമൊന്നും പോരാ. ചിലപ്പോൾ 2-3 ആഴ്ചയൊക്കെ ഞാൻ പോയി വെറുതെ ഇരുന്നങ്ങടെ. അപ്പം ഞാൻ അതിൽ തന്നെ ലയിച്ചിട്ട് ഇരിക്കുമ്പോൾ എനിക്കറിയാതെ ഒരു അനുഭൂതി ഉണ്ടാവുന്നു, ഈ സ്ഥലത്ത് പറ്റിയ ശില്പം ഇതാണെന്ന്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം മലമ്പുഴ യക്ഷി ചെയ്തത്. അതല്ലേ സാർ ആദ്യം ചെയ്ത്? അത് ഞാൻ ആദ്യം 69